നമസ്കാരം. രണ്ടാം മോദി സർക്കാരിന്റെ അവസാന കാലഘട്ടത്തിലാണ് തൃണമൂൽ കോൺഗ്രസിന്റെ ബംഗാളിൽ നിന്നുള്ള MP ആയ മഹുവ മൊയ്ത്രയെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ച് കേസിൽ പ്രതിയാക്കി പാർലമെന്റ് അംഗത്വം റദ്ദാക്കി പാർലമെന്റിൽ നിന്ന് പടിക്ക് പുറത്താക്കിയത്. രാഹുൽ ഗാന്ധിക്കെതിരെയും നടപടികൾ ഉണ്ടായിരുന്നു. പല പ്രതിപക്ഷ MP മാർക്കെതിരെയും അച്ചടക്ക നടപടികൾ കഴിഞ്ഞ പാർലമെന്റ് കാലത്ത്, അതായത് കഴിഞ്ഞ ഭരണത്തിന്റെ ആ സമയത്ത് സ്വീകരിക്കുന്നതും നമ്മൾ കണ്ടു. പക്ഷെ അത് കഴിഞ്ഞ് പുറത്താക്കപ്പെട്ട ആളുകൾ ഓരോരുത്തരായി ജനാധിപത്യത്തിന്റെ തേരിലേറി അല്ലെങ്കിൽ ജനാധിപത്യത്തിന്റെ വിജയമെന്ന് ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് തിരികെ പാർലമെന്റിലേക്ക് വരികയാണ്. അവർ വന്നതിന് ശേഷം നടത്തുന്ന പെർഫോമൻസ് ഉണ്ടല്ലോ, ആ പെർഫോമൻസ് അതിഗംഭീരമാണെന്ന് പറയാതിരിക്കാനാകില്ല. മഹുവ മൊയ്ത്രയെ നോക്കുക. കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിൽ മോദി സർക്കാരിനെതിരെ രൂക്ഷമായി കടന്നാക്രമിച്ചുകൊണ്ട് പക വീട്ടുകയാണ് ഞാൻ എന്ന് വ്യക്തമായി പറഞ്ഞുകൊണ്ട് പാർലമെന്റിൽ തിളങ്ങി നിന്ന താരങ്ങളിൽ ഒന്ന്, പ്രതിപക്ഷത്തിന്റെ താരങ്ങളിൽ ഒന്ന് മഹുവ മൊയ്ത്രയായിരുന്നു. എന്നെ പുറത്താക്കിയതിലൂടെ നിങ്ങൾ നഷ്ടപ്പെടുത്തിയത് 63 അംഗങ്ങളെയാണ് എന്ന് അമിത്ഷായും മോദിയും കേൾക്കെ ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് മഹുവ പ്രതിപക്ഷ ഐക്യനിരയുടെ BJP വിരുദ്ധ മനസ്സുകളുടെ കയ്യടി നേടി. The last time I stood here, I was not allowed to speak. I was not allowed to speak. But the ruling party has paid a very heavy price for throttling the voice of one MP. मुझे बैठाने का चक्कर में जनता ने आपके 63 सदस्यों 63 जन को परमानेंटली बैठा दिया. You have gone down from 303 to 240. In my maiden speech in the Lok Sabha in June 2019, I spoke on the 7 signs of fascism that were taking over this country. 5 years to the date, on June 27, 2024, this House saw the unprecedented scene of the marshals welcoming the President of India, the Honorable President, with a Sengol in their hand. അതായത് ജനാധിപത്യം എന്നത് എത്രത്തോളം കരുത്തുറ്റതാണ് എന്ന് ഭരണപക്ഷത്തിന് ബോധ്യപ്പെടുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ചയാളാണ് ഈ മഹുവ മൊയ്ത്ര. മഹുവ മൊയ്ത്രക്കെതിരെ എന്തൊക്കെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിക്കപ്പെട്ടത്. അതിനുശേഷം സോഷ്യൽ മീഡിയയിലൂടെ ഉൾപ്പെടെ BJPയെ പിന്തുണയ്ക്കുന്നവർ എന്തൊക്കെ കഥകളാണ് മഹുവ മൊയ്ത്രക്കെതിരെ അഴിച്ചുവിട്ടത്. ഇവന് ഇനി ഒരിക്കലും പാർലമെന്റ് കാണില്ല എന്നും ഇനി ഒരു ജനപ്രതിനിധിയായി ഈ രംഗത്തേക്ക് വരില്ല എന്നും BJPക്കെതിരായ ഉറച്ച ശബ്ദങ്ങളിലൊന്ന് അങ്ങനെ അവസാനിച്ചു എന്നും ഒക്കെയുള്ള കഥകൾ, പ്രചാരണങ്ങൾ കൊഴുത്തു. പക്ഷെ മഹുവ മൊയ്ത്ര വീണ്ടും തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു, അതിഗംഭീരമായ വിജയം നേടി, നേരെ പാർലമെന്റിലേക്ക് വരുന്നു. വന്ന് സംസാരിക്കാൻ അവസരം കിട്ടിയപ്പോൾ തന്നെ മോദിയുടെയും അമിത്ഷായുടെയും BJP അംഗങ്ങളുടെയും ഒക്കെ കരണം പുകയ്ക്കുക എന്ന ആലങ്കാരികമായി പറയാവുന്ന വിധത്തിലുള്ള പ്രഭാഷണമാണ് അല്ലെങ്കിൽ പ്രസംഗമാണ് മഹുവ മൊയ്ത്ര നടത്തിയത്. ഞങ്ങൾ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവരാണ്, നിങ്ങൾ രാജഭരണത്തിന്റെ കാലത്ത് നിൽക്കുന്നവരാണ്, കിരീടവും ചെങ്കോലുമൊക്കെയായി രാഷ്ട്രപതിയെ ആനയിച്ചു കൊണ്ടുവരുന്ന നിങ്ങൾ രാജഭരണകാലത്തെയാണ് അനുസ്മരിപ്പിക്കുന്നത്. അതൊരിക്കലും നിലനിന്ന് പോകുന്ന ഒരു ചിന്താഗതിയല്ല എന്ന് മഹുവ തീർത്തു പറയുകയാണ്. അതിനുശേഷം അവർ പറയുന്നത് നോക്കുക. അവർ പറയുന്നത് എന്താണ്? ഇത് ഒരു സ്ഥിരതയില്ലാത്ത സർക്കാരാണ്, U-ടേൺ അടിക്കുന്നവരുടെ കൂട്ടായ്മയാണ് നിങ്ങളുടെ മുന്നണി, അതുകൊണ്ടത് ഏത് നിമിഷവും തകരുമെന്നും ഒരു പക്ഷേ ഭരണം ഈ ഇന്ത്യ മുന്നണിയുടെ കയ്യിലേക്ക് വരുമെന്നുമുള്ള സൂചനയും മഹുവ മൊയ്ത്ര നൽകുന്നുണ്ട്. അതോടൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും അമിത്ഷായെയും മോദി സർക്കാരിനെയും ഒക്കെ രൂക്ഷമായി കടന്നാക്രമിക്കുന്ന വിധത്തിൽ നിരവധി പ്രസ്താവനകൾ മഹുവ മൊയ്ത്ര നടത്തി. അതെല്ലാം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. മഹുവ മൊയ്ത്ര, അഖിലേഷ് യാദവ്, അതുപോലെ തന്നെ ചന്ദ്രശേഖർ ആസാദ് രാവൺ, രാഹുൽ ഗാന്ധി, അതുപോലെ പ്രതിപക്ഷ ഐക്യനിരയിലെ നിരവധി നേതാക്കൾ കഴിഞ്ഞ പാർലമെന്റ് സെഷനിൽ ഗംഭീരമായ പ്രസംഗങ്ങൾ നടത്തി ഈ രാജ്യത്തിന്റെ കയ്യടികൾ നേടിക്കൊണ്ടേയിരിക്കുകയാണ്. അവിടെയാണ് ജനാധിപത്യത്തിന്റെ വിജയം, ജനാധിപത്യത്തിന്റെ മൂല്യം എത്രത്തോളം ഉണ്ട് എന്ന് ഈ രാജ്യം മനസ്സിലാക്കുന്നത്. അതായത് ജനാധിപത്യ വ്യവസ്ഥിതിയിൽ ഒരു നേതാവിനെയും, ഒരു ജനകീയനായ നേതാവിനെയും, ഒരു രാഷ്ട്രീയ നേതാവിനെയും അകാരണമായി ഒരുപാട് കാലത്തേക്ക് എവിടെയെങ്കിലും മാറ്റി നിർത്തപ്പെടാം, തളച്ചിടാം എന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് നടക്കില്ല എന്ന് തന്നെയാണ് പ്രതിപക്ഷം പറയുന്നത്. മണിപ്പൂർ വിഷയത്തിലടക്കം അതിവൈകാരികമായി തന്നെയാണ് മഹുവ മൊയ്ത്ര സംസാരിച്ചത്. അതെല്ലാം ഭരണപക്ഷത്തിന്റെ കുറിക്കുകൊള്ളുന്ന കടന്നാക്രമണങ്ങൾ തന്നെയായിരുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്തായാലും മഹുവ മൊയ്ത്ര
രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, DMKയുടെ MP മാർ, ചന്ദ്രശേഖർ ആസാദ് രാവൺ തുടങ്ങി പ്രതിപക്ഷ ഐക്യനിരയിലെ ഒരു പിടി നേതാക്കൾ തങ്ങളുടെ പാർലമെന്റ് സെഷനിലെ പ്രസംഗങ്ങൾ കൊണ്ട് ജനങ്ങളുടെ ഇടയിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെന്നിരിക്കുന്നു. അല്ലെങ്കിൽ ജനങ്ങൾ വളരെയധികം ഇവരെ കേട്ടിരിക്കുന്നു, ഇവരെ ആസ്വദിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ഇവരുടെ വാക്കുകൾ ചെവിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെ വേണം കരുതാൻ. അതുകൊണ്ട് തന്നെ ഉറപ്പിച്ചു പറയാം, ഇന്ത്യ സഖ്യത്തിന്റെ ഈ ഒരു പോരാട്ടം അല്ലെങ്കിൽ ഈ നിലപാട് ഇനിയും കരുത്തുറ്റതായി തന്നെ ലോക്സഭയിൽ തുടരും. അതുകൊണ്ട് തന്നെ മുമ്പ് മിണ്ടാതിരുന്ന പലർക്കും വാ തുറക്കേണ്ടി വരുന്നു. മുമ്പ് പുച്ഛിച്ചിരുന്നവർക്ക് ഭയന്ന് മറുപടി പറയേണ്ടി വരുന്നു. പണ്ട് ഒന്നും പറയാതിരുന്ന പ്രതിപക്ഷമായിരുന്നുവെങ്കിൽ ഇന്ന് എല്ലാത്തിനെയും ശക്തിയുക്തം ചോദ്യം ചെയ്യുന്ന ചങ്കുറപ്പുള്ള ഒരു പ്രതിപക്ഷ ഐക്യമായി മാറിയിരിക്കുന്നു. അതെല്ലാം BJPയുടെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ഒക്കെ എന്തും വിചാരിച്ചാൽ നടപ്പാക്കിയെടുക്കാം എന്ന ചിന്തയ്ക്കും ഇതുവരെ മുന്നോട്ട് പോയ ആ പോക്കിനുമൊക്കെ എതിരായി ഭവിക്കുന്ന കാര്യങ്ങളാണ് എന്നുള്ളതാണ് ഈ പാർലമെന്റ് സെഷൻ കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും മഹുവ മൊയ്ത്രയുടെ പ്രസംഗം കൂടി കേൾക്കാം. അതോടൊപ്പം ഇനി പ്രിയങ്ക ഗാന്ധി കൂടി ഈ നിരയിലേക്ക് വരികയാണ്. അങ്ങനെ വരുമ്പോൾ കാര്യങ്ങൾ കുറെ കൂടി പ്രതിപക്ഷത്തിന് അനുകൂലമായി മാറുമെന്ന കാര്യത്തിലും സംശയമില്ല. The last time I stood here, I was not allowed to speak. I was not allowed to speak. But the ruling party has paid a very heavy price for throttling the voice of one MP. मुझे बैठाने का चक्कर में जनता ने आपके 63 सदस्यों 63 जन को परमानेंटली बैठा दिया. You have gone down from 303 to 240. In my maiden speech in the Lok Sabha in June 2019, I spoke on the 7 signs of fascism that were taking over this country. 5 years to the date, on June 27, 2024, this House saw the unprecedented scene of the marshals welcoming the President of India, the Honorable President, with a Sengol in their hand. The Sengol is a symbol of the supreme authority of a monarch. It has no place in the temple of a constitutional democracy. But Honorable Speaker, sir, it is understandable why this happened. Because the BJP has still not understood that their 303 brute majority, their Rajtantra, has been reduced to a 240-seat minority by the Loktantra. They are still living in the world of the Sengol. The speech that the Honorable President read out, she said, the people of India have elected a stable government with a clear majority. Please do not embarrass the office of the President by using poorly edited cut and paste versions of old speeches. This is not a stable government. It depends on multiple allies with a history of U-turns. It has not got a simple majority. The BJP is 32 short of 272. It is going to be a very hard landing for the Treasury benches, as was obvious today. This time there are 234 warriors this time, firmly united, and we have walked through fire to walk through these doors. So you will not be able to shut us up this time the way you did last time. During the Lok Sabha campaign, the BJP, the ruling party, the Honorable Prime Minister mentioned many words beginning with the letter M. Musalman, Mullah, Madrasa, Mughal, Mutton, Machli, Mujra, Mangal Sutra, but not once did they mention Manipur. We don't need to act east. The government says we want to act east. We don't need you to act east. Look east, walk east, and most important, embrace east. I stand here for my brothers and sisters of Manipur, and I quote the revolutionary poet Pablo Neruda. One morning the bonfires leapt out of the earth. One morning the bonfires leapt out of the earth, devouring human beings. And from then on the fire, from then on blood. Come, see the blood on the streets. Come, see the blood in the streets. Please go to Manipur, see the blood in the streets. Kashmir. The address mentions that after decades of shutdowns and strikes, the Kashmir Valley has voted in an atmosphere of stability and security. But if abrogating Section 370 was such a good idea,
Why did the ruling party, the BJP, not even dare to put up candidates in the 3 valley seats of Anantnag, Baramulla and Srinagar? If 370 was such a big deal and you were going to campaign on the basis of 370, you did not even dare to fight the seats. The Kashmir Valley has voted in MPs who were against your 2019 decision. You downgraded Ladakh into a union territory. You told them it was a temporary move. Today, 5 years later, the Ladakhis are still waiting. They have not got back their statehood. You have not given them a legislature. You have not included them in the 6th schedule. You have not given their demand of 2 separate seats of Leh and Kargil. As a result, in the current Lok Sabha, the Ladakhis have relegated you to 3rd position in the Lok Sabha. You lost it. With all humility, with no intent to denigrate the office of what used to be the august constitutional body of this land, let us as members of this opposition put on record that we won in spite of the EC, not because of it. The commissioners chosen by a government-dominated panel in willful disobedience of the Supreme Court turned a deaf ear to the most egregious violations of the Model Code of Conduct by the ruling party, by the Honorable Prime Minister with his hate-filled speeches and his divisive religion-based rhetoric. This country has been ashamed and disgusted by the language used against minorities during this campaign. This election will go down in history where an eager and compliant election commission turned a blind eye and a deaf ear against the excesses of the ruling party when the MCC was in effect. Opposition leaders were arrested, party accounts were frozen, ED and CBI even came into our election offices with impunity. Ultimately, the voters took charge and they said, "Bahut ho gaya. Enough is enough." The address mentions about how India is apparently the 3rd largest domestic aviation hub of the world. In truth, India's airports have become domestic hazard hubs. First in Jabalpur, then in Delhi, then in Rajkot. Newly constructed airports have canopies falling down, killing people. The newly constructed Rampath in Ayodhya has had 3 cave-ins in the last week. The Pragati Maidan tunnel is flooded. The Atal Setu has developed cracks. The Ram temple's roof is leaking. This is exactly what happens when infrastructure is poorly planned and rushed in order for photo opportunities by the supreme leaders. Yes. By the end of 2023, this government had reached the pinnacle of their arrogance, where this parliamentary democracy was replaced by a monstrous super cult, the cult of the supreme leader. The non-biological leader, born of the Paramatma, who stood in this house and proclaimed, "Ab ke baar 400 par, and ek akela kitno pe bhari pada." This was the turning point. This was the turning point when the destiny of the ruling party changed. Whether in Greek mythology, whether in Indian mythology, if you act with arrogance towards the gods, you will be punished. We have 33,000 gods in India. But in our democracy, the most supreme of them is the Ganadevata, the Lord of the people, and they have punished you. You may have formed a government again, but yours is a Pyrrhic victory, a victory which inflicts such a devastating toll on the victor that it is tantamount to a defeat. In Bengal, the supreme leader started his Vijay Sankalp Yatra on March 1st. In the constituency of Arambagh, then came to Krishnanagar, then came to Barasat, ended on May 29th in Calcutta. मेरे ऊपर तो विशेष कृपा की उन्होंने दो बार आए. The BJP lost all these seats. The Honorable Prime Minister did 23 campaign meetings in Bengal and lost in 20 seats. In Maharashtra, the Honorable Prime Minister campaigned in 18 seats. The NDA lost in 15 of them. Ek akela kitno pe bhari pada. In Punjab, he campaigned in Hoshiarpur, in Jalandhar, in Patiala, in Gurdaspur. The BJP all lost all the 4 seats. Ek akela kitno pe bhari pada. In Rajasthan, he campaigned at Banswara with the most disgraceful references to Muslims. In outright violation of the law, the EC kept quiet. Not only did the BJP lose Banswara by over 2 lakh votes,
The BJP, which had won 25 on 25 in 2019 and won the state government only months ago, came down to 14 seats. Ek akela kitno pe bhari pada? 3 states, Uttar Pradesh, Maharashtra and Bengal, account for 170 seats. That is exactly 1/3 of India. The BJP won in only 54 of them. Ek akela kitno pe bhari pada? In 2019, the Prime Minister, the Honorable Prime Minister, had taunted the now leader of the opposition by saying that he must have used a microscope to find that one single seat in India where the minority were in majority. Honorable Chairperson, sir, it is so ironic that today the majority needed no microscope to turn the BJP into a minority. Jahan bhi majority hai, wahin aap hi minority ban gaye. आप तो घुस-घुस के मारने वाले थे ना, इस बार तो जनता ने घुस-घुस के मार दिया. The treasury benches have always claimed that the opposition lacked in hard work and in merit. We are all part of a Parivarvad. We are dynasts. Whereas they are proud to be part of a meritocracy. They are proud to be part of a Modi ka Parivar. How ironic is it today that 20 ministers in the union cabinet are dynasts? How ironic is it that the Honorable Prime Minister has to take to social media himself to tell people that no, it is not Modi ka Parivar, it is NDA, the Nitish Naidu Dependent Alliance. In January, the Honorable Prime Minister consecrated the unfinished Ram Temple in Ayodhya. He said he was tasked with the divine duty of bringing Ram Lalla home. The Ram Mandir was going to ensure that not only would the BJP cross 400 seats, but that this government would last 1,000 years. The last time in history that we heard of a 1,000-year vision was during the Third Reich. This was the second time that we've heard of it. But then ultimately, Lord Ram said, stop, not in my name. Oti dorpe hoto Lanka. Too much arrogance, too much pride caused you to lose the kingdom of Lanka. The BJP lost in Ayodhya, Faizabad, where the temple is. It lost in Banda Chitrakoot, where Lord Ram meditated. It lost in Shravasti, where the son of the Honorable Prime Minister's ex-secretary said, my father has built the temple, campaigned in his name, you lost there. All the seats around Ayodhya, Basti, Sultanpur, Ambedkar Nagar, the BJP lost. ये तुम लोगों के नाम जपों में पहले सा आराम नहीं. ये तुम लोगों के नाम जपों में पहले सा आराम नहीं. जबरदस्ती के जय श्री राम में सब कुछ है, पर राम नहीं. This time, India has very large, solid block components. The Congress has 100 seats. SP has 37 seats. Trinamool has 29 seats. DMK has 22 seats. NCP and UPTA have 17 seats. So this is not a ragtag bunch of members that you can lure away. This is a solid block. So yes, it's a question of time. But the question is not whether they will get 300. The question is when people will join us and we will cross 272. This new India, this new frame of reference is going to be very hard for a lot of interest groups. Perhaps the first casualty is the legacy media. The Godi media was its own worst victim. The brown-nosing TV anchors and online trolls lied, spread fake information, amplified the government's propaganda. So-called psephologists who actually had printing contracts from the government of India were on TV 24/7 acting like the election was a done deal. There was no need for voting. The BJP had already won. Media moguls organized conclaves where they prostrated themselves before the Vishwa Guru. Anchors used staged interviews and set up scripts. In short, the media had lost all credibility. So when you asked the people during surveys which way they voted, they didn't trust you and they didn't tell you the truth, which is why you got it wrong. Ram Kamal Jha, the editor of the Indian Express, remarked that some media owners were so comfortable on their knees that it hurts to stand up. To them we say, please stay where you are. There is a new generation of journalists in India today with spine, with integrity and with courage. A media you have done your best to silence with fake cases and attempts and censorship, but they have survived and they will thrive in the digital space. I will also touch upon another pillar in our democracy, the judiciary. 2 days ago, the Honorable Chief Justice of India, while on a visit to Calcutta, remarked that judges were not deities.
They are here to dispense justice with compassion. Just as one can't be partly pregnant, you are either are or you're not. Justice and democracy too must be absolute. They cannot partly be in effect. The retirement age for High Court justices is 62, and the retirement age for Supreme Court judges is 65. Now, this has unfortunately contributed to High Court judges kowtowing to the Supreme Court Collegium and to the government for a last-minute elevation to be able to serve for 3 more years and then qualify for further sinecures, such as the head of the Lokpal, the head of the National Human Rights Commission, chairman of various tribunals. It has come to such a state that opposition leaders framed in politically motivated cases are denied and bail and denied justice simply because judges are even scared to touch their case for fear of offending the government. 7 months ago, on the 8th of December, this house was transformed into a Kuru Sabha, presided over by a blind Dhritarashtra, where Dushashan Darbaris made every attempt to disrobe Draupadi. The Ethics Committee that voted to recommend my expulsion on the 9th of November, they voted 6-4, had 10 members and 1 chairperson. Of the 5 Lok Sabha members from the BJP, 4 have not returned to the House. The chairperson, a BJP member, has also not returned. The Congress turncoat from Punjab who voted against has also not returned. The BJP lady MP from Maharashtra who started the debate in the House on behalf of the BJP has also lost. Much like Lord Krishna protected Draupadi, the people of Krishnanagar have protected me. In the last year, a lot of people look at me and say, "Oh, Mahua, you must have lost a lot. You lost your membership, you lost your house. And by the way, I also lost my uterus due to a surgery." But you know what I gained? I gained what Rahulji said, the freedom from fear. I do not fear you. I will see the end of you. We will see the end of you. Your ED, your CBI, your income tax, your trolls, your media, your bought-out judges, nobody can scare us. The people of India are patient. They will wait patiently for this government to fall.